സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിച്ച് SITയുടെ നിർണായക നീക്കം. തന്ത്രി കണ്ഠരര് രാജീവർക്ക് കണക്കിൽപ്പെടാത്ത സ്വത്തുണ്ടെന്നും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടെന്നും SIT കോടതിയെ അറിയിച്ചു. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയാക്കിയ കോടതി ഈ മാസം 18-ന് വിധി പറയും. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ എതിർപ്പറിയിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കണക്കുകൾ ബോധിപ്പിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ തന്ത്രിക്ക് ആദായ നികുതി വകുപ്പിന്റെ കണക്കിൽപ്പെടാത്ത നിക്ഷേപമുണ്ടെന്നാണ് കണ്ടെത്തൽ. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ കണ്ഠരര് രാജീവരർക്ക് നിക്ഷേപമുണ്ടെന്നും SIT കോടതിയെ അറിയിച്ചു. 2.5 കോടി രൂപയുടെ നിക്ഷേപമാണ് സ്ഥാപനത്തിൽ രാജീവരർക്ക് ഉള്ളത്. ഇതുകൂടാതെ തന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയുണ്ട്. കഴിഞ്ഞ വർഷം ദേവസ്വം ബോർഡിൽ നിന്നും 7 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നും SIT വ്യക്തമാക്കുന്നു. തന്ത്രിയുടെ ഈ സാമ്പത്തിക സാഹചര്യത്തിൽ SIT ദുരൂഹത മണക്കുന്നുണ്ട്. അതിനാൽ കൂടുതൽ അന്വേഷണം വേണമെന്നും SIT കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ബംഗളൂരുവിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് പോറ്റിയെ തന്ത്രി പരിചയപ്പെടുന്നതെന്നും ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ആചാരപരമായി മാത്രമല്ല നിയമപരമായും തന്ത്രിയുടെ ഭാഗത്ത് പിഴവുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ വാദിച്ചു. ഒരു പൊതുജീവനക്കാരൻ എന്ന നിലയിലാണ് തന്ത്രി പ്രവർത്തിക്കുന്നതെന്നും അതിനാൽ തന്നെ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും SIT വ്യക്തമാക്കി. കേസിൽ വാദം പൂർത്തിയാക്കിയ കോടതി വിധി പറയുന്നത് ഈ മാസം 18-ലേക്ക് മാറ്റി. ന്യൂസ് മലയാളം, കൊല്ലം.